നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീചാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവഭാരത്. 1972 നിലവിൽ വന്ന സംഘടനയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നെഹ്റു യുവകേന്ദ്ര എന്ന സംഘടന നിലവിൽ വന്നത് 1972 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. മേരാ യുവഭാരത് എന്നാണ് പുതിയ നാമകരണം. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. അടുത്ത ചോദ്യം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. T20 നിന്ന് നേരത്തെ വിരമിച്ചിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ തുടരും ഇദ്ദേഹം വിരാട് കോഹ്ലിയുടെ ഒപ്പം തന്നെ അതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരമിച്ചിരുന്നു. ഇപ്പോൾ തുടർന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അംഗീകരിച്ചിട്ടുണ്ട് ടെസ്റ്റ് ടീമിൽ. അടുത്ത് നോക്കാം. US ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാർ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? സൗദി അറേബ്യയായിട്ടാണ്. സൗദി അറേബ്യ 12 ലക്ഷം കോടി രൂപയുടെ കരാറാണ്. 12 ലക്ഷം കോടി രൂപയുടെ കരാറാണ് കേട്ടോ. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ബലൂചിസ്ഥാനാണ്. ബലൂച്ച് പ്രതിനിധി മിർ യാർ ബലൂജാണ് പ്രഖ്യാപനം നടത്തിയത്. പാകിസ്ഥാൻ്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയാണ് ബലൂജികൾക്ക് ഭൂരിപക്ഷമുള്ള ബലൂചിസ്ഥാൻ. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച കായിക താരം നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി അദ്ദേഹം മാറി. നേട്ടം ദോഹ ഡയമണ്ട് ലീഗിലാണ്. 90 മീറ്റർ എറിയുന്ന ആദ്യത്തെ ജാവലിൻ താരമായിട്ട് അദ്ദേഹം മാറിയത്. UPSCയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. കേരളത്തിൽ സ്ലീപ്പർ വന്ദേ ഭാരത് വരുന്ന റൂട്ട് തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലാണ് സ്ലീപ്പർ വന്ദേ ഭാരത് വരുന്നത്. വിരമിച്ചവർക്കായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന പദ്ധതി ന്യൂ ഇന്നിങ്സ് ആണ്. റഷ്യ യുക്രൈൻ സമാധാന ചർച്ച നടന്ന രാജ്യം തുർക്കിയാണ്. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പ്രതീകമായ നാപ്പാം പെൺകുട്ടിയുടെ ഫോട്ടോഗ്രാഫിൽ നിന്ന് ആരുടെ പേരാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷൻ നീക്കിയത്? നിക് ഉട്ടിൻ്റെയാണ്. പകരം ഫോട്ടോ എടുത്തത് ആരെന്നറിയില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1973 നിക് ഉട്ടിന് വേൾഡ് ഫോട്ടോ ഓഫ് ദി ഇയർ നേടിക്കൊടുത്ത ചിത്രമാണ് ഈ ചിത്രം. 1973 നിക് ഉട്ടിന് വേൾഡ് ഫോട്ടോ ഓഫ് ദി ഇയർ നേടിക്കൊടുത്ത ചിത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ മാറ്റിയത്. ഇനി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റത് മുൻ MLA പ്രദീപ് കുമാറാണ്. പ്രദീപ് കുമാർ. 2025 മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം നേടിയത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ഗാസയിലെ യുദ്ധത്തിന് ഇസ്രയേലിന് സാങ്കേതിക വിദ്യ നൽകിയെന്ന് സമ്മതിച്ച കമ്പനി മൈക്രോസോഫ്റ്റാണ്. എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കയറിയ ഷെർപ്പ വിഭാഗത്തിലെ അംഗമല്ലെന്ന നേട്ടം സ്വന്തമാക്കിയത് കെൻഡൻ കൂൾ. ഇംഗ്ലണ്ടിലുകാരനാണ് അദ്ദേഹം. 51 വയസ്സിൽ 19 തവണ എവറസ്റ്റ് കയറിയിട്ടുണ്ട് അദ്ദേഹം. റഷ്യ വിലക്കേർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇൻ്റർനാഷണലാണ്. റൊമാനിയൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിഗുസൂർ ഡാൻ. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനായുള്ള പദ്ധതി സിയാൽ 2.0. അടുത്ത ചോദ്യം.
UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ COP30 ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതയായത് ആരാണ്? UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ അതായത് COP30യുടെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായത് അരുണാഭ് ഘോഷ്. ബ്രസീലിൽ വെച്ച് നടക്കുന്ന 2025 നവംബറിലാണ് സമ്മേളനം നടക്കുക. ബ്രസീലിൽ വെച്ച് 2025 നവംബറിലാണ് സമ്മേളനം നടക്കുന്നത്. COP30 ബ്രസീലിൽ വെച്ചാണ്. ദെൻ 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 8ാം സ്ഥാനമാണ്. 12 സ്വർണവും 5 വെള്ളിയും 8 വെങ്കലവും ഉൾപ്പെടെ 25 മെഡലുകളാണ് കേരളം നേടിയത്. 8 മെഡലുകളാണ്, 12 സ്വർണവും 5 വെള്ളിയും 8 വെങ്കലവും ഉൾപ്പെടെ 25 മെഡലുകളാണ് കേരളം നേടിയത്. അതിൽ 8ാം സ്ഥാനമാണ് കേട്ടോ. 8ാം സ്ഥാനമാണ്. 12 സ്വർണ്ണം, 5 വെള്ളി, 8 വെങ്കലം. ദെൻ 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. ദെൻ യാചകമുക്ത നഗരമായി കേരള സാമൂഹ്യനീതി മന്ത്രാലയം ഈയിടെ പ്രഖ്യാപിച്ച നഗരം. യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ഈയിടെ പ്രഖ്യാപിച്ച നഗരം ഇൻഡോറാണ്, മധ്യപ്രദേശിലെ ഇൻഡോർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.